ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചിന്തകനായ ടോണി ജോൺസ് പറഞ്ഞ ഒരു കഥ ഈ ദുഃഖവെള്ളിയാഴ്ച എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. പഴയ റഷ്യ യുദ്ധത്താൽ സകലതും തകർന്നു കിടക്കുന്നു. വീടുകളൊക്കെ പലർക്കുമില്ലാതായി. സർക്കാർ പണിതുകൊടുത്ത ഒരു വീട്ടിലാണ് ഒരമ്മയും കുഞ്ഞുമകളും ജീവിക്കുന്നത്. ഒരു ഭൂകമ്പമുണ്ടായി. ആ ഭൂകമ്പത്തിൽ അവരുടെ വീടും തകർന്നു വീണു. ആ തകർന്നു വീണ വസ്തുക്കൾക്കിടയിൽ അമ്മ മുറിവേറ്റ് കിടക്കുകയാണ്. എന്നാൽ കുഞ്ഞിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ദിവസങ്ങൾ ഒന്ന് കഴിഞ്ഞു. സഹായത്തിന് ആരും എത്തിയിട്ടില്ല. ദിവസം 2 കഴിഞ്ഞു. സഹായത്തിന് ആരും എത്തിയിട്ടില്ല. ദിവസം 3 കഴിഞ്ഞു. സഹായത്തിന് ആരും എത്തിയിട്ടില്ല. ഇത്രയും ദിവസങ്ങളായിട്ടും ഒരു തുള്ളി വെള്ളം പോലും ശരീരത്തിൽ ചെല്ലാത്തതുകൊണ്ട് കുഞ്ഞ് തളർന്നുപോയി. നിർജ്ജലീകരണം അവളെ തളർത്തിക്കളഞ്ഞു. ഇത് മനസ്സിലാക്കിയ അമ്മ ഭൂകമ്പത്തിൽ വീടിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് തളർന്ന് മുറിവേറ്റ് കിടക്കുകയാണവൾ. കുഞ്ഞിനൊരു തുള്ളി വെള്ളം പോലും ശരീരത്തിൽ ചെല്ലാത്തതിൻ്റെ തളർച്ച മനസ്സിലാക്കിയ അമ്മ ഒരു കുപ്പിച്ചില്ലെടുത്ത് സ്വന്തം കൈ മുറിച്ച് ആ കൈയിൽ നിന്ന് വീഴുന്ന രക്തത്തുള്ളികൾ ഈ കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. അമ്മയുടെ രക്തം ഈ കുഞ്ഞ് കുടിച്ചു. പിന്നീട് രക്ഷാപ്രവർത്തകർ എത്തിയപ്പോൾ അമ്മ മരിച്ചു. കുഞ്ഞ് രക്ഷപ്പെട്ടു. ആ കുഞ്ഞിൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീർന്നത് അമ്മയുടെ രക്തമാണ്. ദുഃഖവെള്ളി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമാനമായ ഒന്ന് തന്നെ. ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ രക്ഷിച്ചു. ഗാഗുൽത്തായിൽ കുരിശും വഹിച്ചുകൊണ്ട് കർത്താവ് നടത്തിയ പീഡാനുഭവത്തിൻ്റെ ഒരു യാത്രയുണ്ട്. ഒരു ക്രിസ്ത്യാനി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു യാത്രയാണത്. അത് ചെന്നെത്തുന്നത് കാൽവരിയിലാണ്. ആ കാൽവരിയിൽ നമുക്കായി രക്തം ചിന്തുന്നൊരു കർത്താവുണ്ട്. ആ കർത്താവ് നമുക്കായി ഏറ്റുവാങ്ങിയതാണ് ആ കുരിശ്. ആ കുരിശിൽ നിന്നാണ് കർത്താവിൻ്റെ രക്തത്തുള്ളികൾ ഇറ്റുവീഴുന്നത്. ആ രക്തത്തുള്ളികൾ ഇറ്റുവീണ് ആ ഗാഗുൽത്താമല മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ആ രക്തത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. ആ രക്തത്തിൽ ജീവൻ പ്രാപിക്കപ്പെട്ടവരാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് ജീവനായി മാറുന്നു. അതാണ് ദുഃഖവെള്ളി. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അത് ദുഃഖവെള്ളിയല്ല. ഇംഗ്ലീഷിൽ അതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് പറയും. നല്ല വെള്ളിയാണ്. എന്തുകൊണ്ടാണ് നല്ല വെള്ളി? നമുക്കായി രക്തം ചിന്തി മരിച്ചവൻ്റെ രക്തം നമ്മെ വിശുദ്ധീകരിച്ചു, നമ്മെ രക്ഷിച്ചു. ആ രക്ഷയുടെ ദിനമാണ് ദുഃഖവെള്ളി. ആ ദുഃഖവെള്ളിയിലെ ആ രക്ഷ അനുഭവിക്കാൻ എന്നും നമുക്കിടയാകട്ടെ. ആമേൻ.